Today we are studying about electrical properties. Electrical properties in solid state. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാം. സോളിഡ്സ് ഒരു അമേസിങ് റേഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒന്നാണ്. അവയുടെ മാഗ്നിറ്റ്യൂഡ് 10⁻20 to 10⁻7 ohm⁻1 and meter⁻1 കാണിക്കുന്നു. 27 ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡാണ് കാണിക്കുന്നത്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. കണ്ടക്ഷനിലൂടെയാണല്ലോ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റി എത്രയുണ്ട്? കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി 10⁻4 to 10⁻7 ohm⁻1 meter⁻1 ആണ്. മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സാണ്. മെറ്റൽസിൻ്റെ കണ്ടക്ടിവിറ്റി 10⁻7 ohm⁻1 meter⁻1 ആണ്. ഇൻസുലേറ്റേഴ്സിൻ്റെയോ 10⁻20 to 10⁻10, അതായത് വെരി ലോ കണ്ടക്ടിവിറ്റിയാണ് ഇൻസുലേറ്റേഴ്സ് കാണിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് 10⁻6 to 10⁻4 ohm⁻1 ആണ് കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മെറ്റൽസ്, ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ഷൻ മെറ്റൽസിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. A conductor may conduct electricity through movement of electrons and ions. കണ്ടോ, ഫസ്റ്റ് സെൻറ്റൻസ് ആണ്. അതായത് ഒരു കണ്ടക്ടർ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിൻ്റെയോ അയോൺസിൻ്റെയോ മൂവ്മെൻറ്റ് കൊണ്ടാണ്, ചലനം കൊണ്ടാണ്. മെറ്റാലിക് കണ്ടക്ടേഴ്സ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയും ഇലക്ട്രോലൈറ്റ്സ് അയോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് ആസ് വെൽ ആസ് ഇൻ മോൾട്ടൻ സ്റ്റേറ്റ്. സോളിഡ് ഖരാവസ്ഥയിലും സോളിഡ് സ്റ്റേറ്റിലും മോൾട്ടൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഉരുകിയ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ് അല്ലേ, അധികം സോളിഡും അല്ല അധികം ലിക്വിഡും അല്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലും മെറ്റൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. The conductivity of മെറ്റൽസിൻ്റെ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരാറ്റത്തിലുള്ള അവൈലബിൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ നമ്പറിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. മെറ്റൽസിൻ്റെ കണ്ടക്ടിവിറ്റി ആശ്രയിക്കുന്നത് ഒരു ആറ്റത്തിലുള്ള നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസിനെയാണ്. അറ്റോമിക് ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസ് ആവുമ്പോൾ അതായത് അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ആവുമ്പോൾ വിച്ച് ആർ വെരി ക്ലോസ് ഇൻ എനർജി ടു ഈച്ച് അതർ ടു ഫോം എ ബാൻഡ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബാൻഡ് ഉണ്ടാവുന്നത്? അറ്റോമിക് ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. ഈ മോളിക്കുലർ ഓർബിറ്റൽസ് സിമിലർ എനർജിയുള്ള മോളിക്കുലർ ഓർബിറ്റൽസിനെയാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. ഈ ബാൻഡ് പാർഷ്യലി ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും അപ്പോൾ ഈ ബാൻഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. ബാൻഡ് പാർഷ്യലി ഫില്ലാവുകയോ അല്ലെങ്കിൽ ഹയർ എനർജി അൺഒക്കുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോഴോ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയും, ഒഴുകാൻ കഴിയും. അണ്ടർ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺസിന് ഫീൽഡ് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ കഴിയും. അപ്പോഴാണ് ഒരു മെറ്റൽ കണ്ടക്ടിവിറ്റി ഷോ ചെയ്യുന്നത്. ഈ ഗ്യാപ്പ് ഫീൽഡ് ബാലൻസ് ബാൻഡും അൺഒക്കുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡും ആയിട്ടുള്ള ബാൻഡിനുമായിട്ടുള്ള ഗ്യാപ്പ് വലുതാവുമ്പോൾ ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചെറിയ കണ്ടക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇൻസുലേറ്റർ.
ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്തിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുണ്ടാവില്ല, എന്നാലും നമ്മൾ പറഞ്ഞുതരാം. ഇത് കാണിക്കുന്നില്ലേ, ഇതാണ് വാലൻസ് ബാൻഡ്. ഈ നീല കളറിലുള്ളതാണ് വാലൻസ് ബാൻഡ്, ഫിൽഡ് വാലൻസ് ബാൻഡ്. ഈ വെള്ള കളറിൽ കാണിക്കുന്നതിനെയാണ് ഈ വെള്ള കളറിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ്. ഈ കണ്ടക്ഷൻ ബാൻഡും ഈ വാലൻസ് ബാൻഡും ഈ കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പും ഇല്ല എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന് സുഖമായിട്ട് അങ്ങനെ അങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. ഇത് ഏതിൻ്റെ കേസാണ്? മെറ്റൽസിൻ്റെ. ഇൻസുലേറ്ററിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടു വളരെയധികം വലുതാണ്. അപ്പോൾ ഇവിടത്തേക്ക് വാലൻസ് ഇലക്ട്രോൺസിന് ചാടാനുള്ള സാധ്യത എത്താനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നത് കുറവാണ്. അതാണ് ഇവിടെ ലോ കണ്ടക്ടിവിറ്റിക്ക് കാരണം. ഇവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് ഇവ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റി സെമി കണ്ടക്ടേഴ്സിൽ മെറ്റൽസിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയിലായിട്ടായിരിക്കും ഇരിക്കുക. ക്ലിയർ? ഇനി നമുക്ക് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് സ്മോൾ ആയതുകൊണ്ട് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയും ഒരു ചെറിയ തോതിൽ കണ്ടക്ടിവിറ്റിയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോൺസിന് ചാടാനുള്ള ഊർജം കിട്ടുകയാണ് അല്ലേ. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനുള്ള ആ എനർജി കൂടുമ്പോഴോ കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഇവിടെ കൂടുതൽ ഇലക്ട്രോൺസ് പോവുകയും കണ്ടക്ടിവിറ്റി കൂടുകയും ചെയ്യുന്നു. അതാണ് പറയുന്നത് റൈസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇലക്ട്രോൺസ് ക്യാൻ ജംപ് ടു മോർ ഇലക്ട്രോൺസ് ക്യാൻ ജംപ് ടു കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൂടുതൽ ഇലക്ട്രോൺസിന് ചാടിക്കടക്കാനുള്ള സൗകര്യമുള്ളതുകൊണ്ട്. ഇനി സിലിക്കൺ ജെർമേനിയം substances like silicon germanium show this type of behavior and are called intrinsic semiconductors. സിലിക്കണും ജെർമേനിയമാണ് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇവർ പ്യുവർ സെമി കണ്ടക്ടേഴ്സാണ്. അവയെ പറയുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. കാരണം ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വളരെയധികം ലോ ആണ്. ബി ഓഫ് പ്രാക്ടിക്കൽ യൂസ്. അപ്പോൾ ഇവരുടെ ഈ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ ഒരു ഇമ്പ്യൂരിറ്റി നമ്മൾ കലർത്തുന്നുണ്ട്. അവയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഇമ്പ്യൂരിറ്റി കലർത്തുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. Conductivity is increased by adding an appropriate amount of suitable impurity. This process is called doping. Doping can be done with an impurity which is electron rich or electron deficient. Electron rich നെ കുറിച്ചൊക്കെ അറിയാമല്ലോ. ധാരാളം ഇലക്ട്രോൺ ഉള്ളതിനെ ഇലക്ട്രോൺ റിച്ച് എന്ന് പറയുന്നു. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇലക്ട്രോൺ കുറവുള്ളത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നല്ല, അങ്ങനെ തന്നെ വിചാരിച്ചു. കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് 8 കുറയുമ്പോൾ അതിനെ ഡെഫിഷ്യൻ്റ് എന്നും 8 കൂടുതലാകുമ്പോൾ ഇലക്ട്രോൺ റിച്ച് എന്നും ഒക്കെ നമ്മൾ പറയാം. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോൺ റിച്ചായിട്ട് ഒരു ഇമ്പ്യൂരിറ്റിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഗ്രൂപ്പ് 15 എലമെൻസിനെയാണ് എടുക്കുക. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എലമെൻസാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടറാണ് ഇമ്പ്യൂരിറ്റിയാണ് വേണ്ടതെങ്കിൽ അതിനെ ഗ്രൂപ്പ് 13 എലമെൻസാണ് ഉപയോഗിക്കുക. അപ്പോൾ ഏതിലേക്കാണ് ചേർക്കുക? ഈ ഇമ്പ്യൂരിറ്റീസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്കാണ് ചേർക്കുക, അതായത് സിലിക്കൺ ഓർ ജെർമേനിയം. ഇനി നമുക്ക് ഇമ്പ്യൂരിറ്റീസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ സെമി കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ എന്ന് നോക്കാം.
അതായത് സച്ച് ഇമ്പ്യൂരിറ്റീസ് ഇൻട്രൊഡ്യൂസ് ഇലക്ട്രോണിക് ഡിഫക്ട്സ് ഇൻ ദ, ഈ ഇമ്പ്യൂരിറ്റീസ് ചേർക്കുമ്പോൾ ഇലക്ട്രോണിക് ഡിഫക്ട്സ് ഉണ്ടാകുന്നു, അതുവഴിയാണ് ഇവിടെ കണ്ടക്ടിവിറ്റി കൂടുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ് ആദ്യം നോക്കാം. അതായത് ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ്, അതായത് ഫോസ്ഫറസ്, ആർസനിക് വഴി ഉള്ള എലമെൻറ്റ്സ് ചേർക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് സിലിക്കൺ ജെർമേനിയം പറയുന്നത് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആണ്. ഗ്രൂപ്പ് 14 എന്താണ്? അറ്റത്ത് 4 ഉള്ള ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് 15 അറ്റത്ത് 5 ഉള്ള ഗ്രൂപ്പ്സ്. അറ്റത്ത് 5 എന്ന് വെച്ചാൽ ഇത് നമുക്കറിയാലോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ പഠിക്കുമ്പോൾ 2, 4 ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. When doped with a 15 group elements like phosphorus or arsenic which contains 5 valence electrons, 5 വാലൻസ് അറ്റത്ത് 5 പറയുമ്പോൾ എന്താണ്? 5 വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലോ. ഈ 5 വാലൻസ് ഇലക്ട്രോൺസ് സിലിക്കണിൻ്റെയും ജെർമേനിയത്തിൻ്റെയും ക്രിസ്റ്റലിൽ ഓക്കുപ്പൈ ചെയ്യും, ലാറ്റിസൈറ്റ്സിൽ ഓക്കുപ്പൈ ചെയ്യും. അപ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 5 എണ്ണത്തിൽ 4 എണ്ണം സിലിക്കണും ജെർമേനിയുമായിട്ട് കോവാലൻറ്റ് ബോണ്ടിങ്ങിൽ ഫോം ചെയ്യും. ബാക്കി ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ അല്ലേ, 5 എണ്ണം പറയുമ്പോൾ ആ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആവും. ആ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ, ഡീലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മൂവ് ചെയ്യാൻ പറ്റും. ലോക്കലൈസ്ഡ് അല്ലാത്തത്, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്തത് ഡീലോക്കലൈസ്ഡ്. അപ്പോൾ അങ്ങനെ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ്, മൂവ് ചെയ്യാനുള്ള പറ്റിയ ഇലക്ട്രോൺസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടുന്നു സിലിക്കണിൻ്റെയും ജെർമേനിയത്തിൻ്റെയും. ഇൻക്രീസിങ് കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ. ഹെൻസ് സിലിക്കൺ ഡോപ്ഡ് വിത്ത് ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ഈസ് കോൾഡ് N-type സെമികണ്ടക്ടർ. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ കാരണം കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ് കൊണ്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ പറയുന്നതാണ് N-type സെമികണ്ടക്ടർ. ഇനി ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇമ്പ്യൂരിറ്റീസ് കൊണ്ട് നോക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അറ്റത്ത് 3 വരുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അറ്റത്ത് 3, സബ്ഷെൽ അല്ല, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അറ്റത്ത് 3 വരുന്നത്. അത് ഉദ്ദേശിക്കുന്ന ഏതൊക്കെയായിരിക്കും? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പോൾ അറ്റത്ത് 3 പറയുമ്പോൾ 3 ആയിരിക്കും വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ 3 വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? 4 വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ടുള്ള സിലിക്കൺ ജെർമേനിയവുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ, സെമി കണ്ടക്ടേഴ്സുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 3 എണ്ണം എന്തായാലും സിലിക്കണും ജെർമേനിയത്തിൻ്റെ 3 എണ്ണവുമായിട്ട് ബോണ്ട് ചെയ്യും. ബാക്കി 3 എണ്ണം കഴിഞ്ഞ് വെച്ച ഒരെണ്ണം ഉണ്ടല്ലോ, അതായത് 14th ഗ്രൂപ്പ് പറയുമ്പോൾ 4 വാലൻസ് ഇലക്ട്രോൺ അല്ലേ, ആ 4ൽ 3 എണ്ണം പോയിരുന്നു. ഇനി ഒരെണ്ണം ഹോളായില്ലേ, അതായത് ഏതിൻ്റെ ഹോൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഗ്രൂപ്പായ 13th ഗ്രൂപ്പിന് ഒരെണ്ണം ഇല്ല, ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാലൻസ് ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ അത് ഇലക്ട്രോൺ ഹോളായിട്ട് മാറും. ഇത് ശ്രദ്ധിക്കുക. ഇതാണ് P-type. P-type എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എന്താണ് സെമി കണ്ടക്ടർ. N-type ഇതാണ് പെർഫെക്റ്റ് ക്രിസ്റ്റൽ. ഏതിൻ്റെ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇതാണ് N-type സെമി കണ്ടക്ടർ. ആർസനിക് വന്നിരുന്നു, ഒരു ഇലക്ട്രോൺ കണ്ടോ, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു. ഇനി ഇവിടെ നോക്കൂ, ഇതാണ് P-type. പോസിറ്റീവ് ഹോൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണമുള്ള എന്താണ് കണ്ടക്ടർ ആയതുകൊണ്ടാണ് ഇതിന് P-type എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇതൊക്കെയാണ് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനി. ഈ റൗണ്ടിലായിട്ടുള്ളത് സിലിക്കണും ജെർമേനി ആവുമ്പോൾ ഈ ഇലക്ട്രോൺസ് നോക്കുക, ഈ 4 എണ്ണം 4ഉമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ 4 എണ്ണം 3 എണ്ണമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. ഏത് 3 എണ്ണമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്?
ഏത് 3 എണ്ണമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്? ബോറോണിൻ്റെ 13th ഗ്രൂപ്പ് എലമെൻസിൻ്റെ 3 എണ്ണമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ 13th ഗ്രൂപ്പ് എലമെൻസിൽ 4ാമതൊരു ഇലക്ട്രോൺ ഇല്ലല്ലോ. അപ്പോൾ ആ പൊസിഷൻ ഒരു എന്താ പറയുക, പോസിറ്റീവ് ഹോളായിട്ട് മാറും, അതായത് നോ ഇലക്ട്രോൺ ആയിട്ട് മാറും. ഈ ഹോള് അഡ്ജസൻറ്റ് ആറ്റംസിൽ നിന്ന് ഇലക്ട്രോൺസ് വന്ന് അങ്ങനെ മാറി ഹോൾ ഇങ്ങനെ സഞ്ചരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഇത്തിരി കൺഫ്യൂഷൻ ആവും ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കേട്ടോ. A electron from neighboring atom can come and fill the electron hole. ഫോർത്ത് വാലൻസ് ഇലക്ട്രോൺ മിസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വാക്കൻസി ഉണ്ടാവും. ഈ ഇലക്ട്രോൺ വാക്കൻസിയിൽ നൈബറിങ് ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് വന്നിരുന്ന് ഈ ഹോള് സഞ്ചരിക്കും, ഹോളിൻ്റെ പൊസിഷൻ സഞ്ചരിക്കും. ബട്ട് ഇൻ ഡൂയിങ് ഇറ്റ് വുഡ് ലീവ് ആൻ ഇലക്ട്രോൺ ഹോൾ അറ്റ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. If it happens, it would appear that electron hole has moved in the direction opposite to the electron that is filled. അതായത് ഇവിടെ ഹോൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ വരുമ്പോൾ ഈ ആറ്റത്തിൻ്റെ ഇവിടെ ഹോൾ ഉണ്ടാവുമ്പോൾ എന്താണ് ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ ഇവിടെ വരും. അപ്പോൾ ഇവിടുത്തെ ആറ്റത്തിന് ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഹോൾ ഉണ്ടാവുക. അങ്ങനെ ഹോൾസ് സഞ്ചരിക്കും. എങ്ങനെ, ഏതിൻ്റെ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുക? ഇലക്ട്രോൺ സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദിശയിലാണ് ഹോൾസ് സഞ്ചരിക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് ലീവ് ചെയ്യുമ്പോൾ ഒരു ആറ്റത്തിന് എന്ത് ചാർജാണ് വരിക? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഹോളിന് എന്ത് ചാർജ് ആയിരിക്കും ഉണ്ടാവുക? പോസിറ്റീവ്ലി ചാർജഡ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഹോൾസ് എല്ലാം പോസിറ്റീവ്ലി ചാർജും ഇലക്ട്രോൺസ് എല്ലാം നെഗറ്റീവ്ലി ചാർജും ആയിരിക്കും. ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത് പോസിറ്റീവ് പ്ലേറ്റിലേക്കാണെങ്കിൽ ഹോൾസ് സഞ്ചരിക്കുന്നത് നെഗറ്റീവ് പ്ലേറ്റിലേക്കായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ത്രൂ ദ ഇലക്ട്രോണിക് ഹോൾസ്, but it would appear as if electron holes are positively charged and are moving towards the negatively charged plate. This type of semiconductors are p-type semiconductor. Positively charged holes ന്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാവുന്ന കണ്ടക്ടർ ആയതുകൊണ്ട് അതിന് p-type semiconductor എന്ന് പറയുന്നു. ഇനി N-type ആൻഡ് p-type സെമികണ്ടക്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കൂടുതലും ഫിസിക്സിലാണ് നമ്മൾ പഠിക്കുക. ഇവിടെ ചെറുതായിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ഈ N-typeും p-typeും യൂസ് ചെയ്തിട്ട് N-typeും p-typeും സെമികണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ ഒരു ഉദാഹരണമാണ് ഡയോഡ്. ഡയോഡിൽ ഒരു സ്ഥലത്ത് N-typeും ഒരു സ്ഥലത്ത് p-type സെമികണ്ടക്ടറും അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ആസ് എ റെക്ടിഫയർ. ഒരു റെക്ടിഫയർ ആയിട്ടാണ് ഡയോഡ് ഉപയോഗിക്കുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? വൺ ടൈപ്പ് ഓഫ് സെമികണ്ടക്ടർ ബിറ്റ്വീൻ ടു ലേയേഴ്സ് ഓഫ് അതർ ടൈപ്പ് ഓഫ് സെമികണ്ടക്ടർ. രണ്ട് സിമിലർ സെമികണ്ടക്ടേഴ്സിൻ്റെ നടുവിൽ മറ്റൊരു ടൈപ്പ് സെമികണ്ടക്ടർ ഉപയോഗിക്കുമ്പോൾ അത് ട്രാൻസിസ്റ്ററായി. അതായത് NPN കണ്ടോ, രണ്ട് എന്നും നടുക്ക് ഒരു പിയും, അതുപോലെ PNP, രണ്ട് പിയും നടുക്ക് ഒരു N. ഇങ്ങനെ ഉള്ളതിനെയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡിറ്റക്റ്റ് ഓർ ആംപ്ലിഫൈ റേഡിയോ ഓർ ഓഡിയോ സിഗ്നൽസ്. ഓഡിയോ സിഗ്നൽസോ റേഡിയോ സിഗ്നൽസൊക്കെ ആംപ്ലിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ, ഡിറ്റക്റ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ടാണ് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി സോളാർ സെൽ ഒരു ഫോട്ടോ ഡയോഡാണ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് സോളാർ സെൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫോട്ടോ ഡയോഡ്. ഇനി ജർമേനിയം സിലിക്കൺ ആർ 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. Therefore, they have valency 4 and 4 bonds as in diamond. ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. 4 വാലൻസിൻ്റെ 4 ബോൺസ് ഉണ്ട്. ഡയമണ്ടിനെ പോലത്തെ ബോൺസ് ആണ്. ആസ് ഇൻ ബോണ്ട്, ഡയമണ്ടിനെ പോലത്തെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. 4 ബോൺസ് ഉണ്ട് ഡയമണ്ടിലുള്ളതുപോലെ. ഇനി എ ലാർജ് വെറൈറ്റി ഓഫ് സോളിഡ് മെറ്റീരിയൽസ്
ഹാവ് ബീൻ പ്രിപ്പയർഡ് ബൈ കോമ്പിനേഷൻ. അതായത് വളരെയധികം മെറ്റീരിയൽസും ഉണ്ടാക്കിയിട്ടുണ്ട്, സോളിഡ് മെറ്റീരിയൽസ്. അതായത് ഇപ്പോൾ 13th ഗ്രൂപ്പ് ചെയ്തു വെച്ചാൽ പി ടൈപ്പും 15th ഗ്രൂപ്പ് ചെയ്തു വെച്ചാൽ എൻ ടൈപ്പും എന്ന് പറഞ്ഞു. അപ്പോൾ അവയെ രണ്ടുപേരെയും ഒന്നിച്ച് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെയും ഗുണങ്ങൾ നമുക്ക് കിട്ടില്ലേ, എൻ ടൈപ്പിനെയും പി ടൈപ്പിനെയും ഒരുമിപ്പിച്ചാൽ. അതായത് 13th ഗ്രൂപ്പിനെയും 15th ഗ്രൂപ്പിനെയും ഒരുമിപ്പിച്ച്. അപ്പോൾ 13th 15th ഗ്രൂപ്പും നമ്മൾ ഒരുമിപ്പിച്ചിട്ട് ഒരു സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുകയാണ്. ഇനി 12th 16th ഗ്രൂപ്പ് ഒരുമിച്ചിട്ട് ഒരു കോമ്പൗണ്ട്, ഒരു മെറ്റലോ അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ അലോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുകയാണ്. അതായത് 13th 15th ഗ്രൂപ്പ് എടുത്തു വെച്ചാൽ നമുക്ക് ഒരു വാലൻസി ഇൻ്റർമീഡിയറ്റ് ആയിട്ട് 14th ഗ്രൂപ്പായിട്ട് കിട്ടുമല്ലോ. അതുപോലെ 12th 16th എടുത്തു വെച്ചാൽ അതുപോലെ ഇൻ്റർമീഡിയറ്റ് അറ്റോമിക് നമ്പറിലുള്ള നമുക്ക് അങ്ങനത്തെ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മെറ്റൽസൊക്കെ കിട്ടുമല്ലോ. മെറ്റൽസ് എന്ന് പറയാൻ പറ്റില്ല, സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അങ്ങനത്തെ ഡിവൈസസ്. ഗാലിയം ആർസനൈഡ് ഉപയോഗിച്ചു സെമി കണ്ടക്ടേഴ്സ് ഹാവ് വെരി ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഹാവ് റെവല്യൂഷനൈസ് ദ ഡിസൈൻ ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ്. ഗാലിയം ആർസനൈഡ് നമുക്കറിയാം, ഗാലിയം ഏത് ഗ്രൂപ്പാണ്? 13th ഗ്രൂപ്പാണ്. ബോറോൺ, അലുമിനിയം, ഗാലിയം അങ്ങനെയല്ലേ പറയാം. ആർസനൈഡോ 15th ഗ്രൂപ്പാണ്. 15th പറഞ്ഞു വെച്ചാൽ എന്താ? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക് അല്ലേ, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്താണ്. അതിൽ ഗാലിയം ആർസനൈഡ് എന്ന് പറയുമ്പോൾ 13th 15th ഒരുമിപ്പിച്ചു നോൺ മെറ്റൽസ് എലമെൻറ്റ്സ്. എന്നിട്ട് അങ്ങനെ ഒരു സെമി കണ്ടക്ടർ ഉണ്ടാക്കിയപ്പോൾ ഹാവ് വെരി ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഹാവ് റെവല്യൂഷനൈസ്ഡ് ദ ഡിസൈൻ ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ്. അതൊരു റവല്യൂഷൻ തന്നെയായിരുന്നു സെമി കണ്ടക്ടർ ഡിവൈസസ് ഉണ്ടാക്കുന്നതിൽ. ഇങ്ങനെ നോക്കിയപ്പോൾ പല കോമ്പൗണ്ട്സും നമ്മൾ ഒരുമിപ്പിക്കാൻ നോക്കി. അതായത് സിങ്ക് സൾഫൈഡ്, കാഡ്മിയം സെലിനൈഡ്, മെർക്യൂറിക് ടെല്യൂറൈഡ് അങ്ങനെയൊക്കെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട്. പക്ഷെ അതൊന്നും പെർഫെക്റ്റ്ലി കോവാലൻ്റോ പെർഫെക്റ്റ്ലി അയോണിക്കോ അല്ല. ഈ അയോണിക് ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റീസിനാണല്ലോ. അപ്പോൾ അതൊക്കെ നോക്ക് ഡിപ്പെൻസ്. അപ്പോൾ അവയ്ക്ക് കോവാലൻ്റ് ക്യാരക്ടറും പൂർണ്ണമായിട്ടില്ല, അവയ്ക്ക് അയോണിക് ക്യാരക്ടറും പൂർണ്ണമായിട്ട് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു ലേൺ ദാറ്റ് ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സ് ഷോ മാർക്ക്ഡ് ഡിഫറൻസസ് ഇൻ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സിന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ മാർക്ക്ഡ് ഡിഫറൻസസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ടൈറ്റാനിയം ഓക്സൈഡ് CrO2 ReO3 ബിഹേവ് ലൈക്ക് മെറ്റൽസ്. ഈ ഓക്സൈഡ്സ് ഒക്കെ മെറ്റൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. റീനിയം ഓക്സൈഡ് എന്ന് പറയുന്ന സംഭവം മെറ്റാലിക് കോപ്പർ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. മെറ്റാലിക് കോപ്പറിൻ്റെ സവിശേഷതയാണ് കാണിക്കുന്നത് ഏതിൽ? കണ്ടക്ടിവിറ്റിയിൽ, അപ്പിയറൻസിൽ. ഇനി VO വനേഡിയം ഓക്സൈഡ്സ് മെറ്റാലിക്കും ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എക്സ്ട്രാ ഇൻഫോർമേഷനായി കൊടുത്തു എന്നേ ഉള്ളൂ. സെമി കണ്ടക്ടേഴ്സിനകത്ത് ബന്ധമില്ല വിചാരിക്കും. ഇനി നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നോക്കാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്കറിയാം, ഈ നേച്ചറിലുള്ള എല്ലാത്തിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. എവറി സബ്സ്റ്റൻസ് ഹാസ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഈ പ്രോപ്പർട്ടീസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. എന്താണ്? ഇലക്ട്രോൺസ്. ഈച്ച് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം, ഒരു ആറ്റത്തിലുള്ള എല്ലാ ഓരോ ഇലക്ട്രോൺസും ഒരു ടൈനി മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെയാണ്, മാഗ്നറ്റിക് മൊമെൻ്റ് എങ്ങനെയാണ് വരുന്നത്? രണ്ട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, രണ്ട് ടൈപ്പിലുള്ള മോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിൻ്റെ ചലനം, മറ്റൊന്ന് സ്പിൻ. അതിൻ്റെ സ്വന്തം ആക്സിസിൽ സ്പിൻ പറഞ്ഞു വെച്ചാൽ കറക്കം, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് സ്പിൻ അറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇലക്ട്രോൺ ബീങ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. എന്ത് ചാർജാണ് ഇലക്ട്രോണിനുള്ളത്? നെഗറ്റീവ് ചാർജാണ് ഉള്ളത്.
and undergoing these motions can be considered as a small loop of current which possesses a magnetic moment. ഇങ്ങനെ മോഷൻ ഉണ്ടാവുന്നത് കാരണം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് മോഷൻ ഉണ്ടാവുന്നത് കാരണം അതൊരു ലൂപ്പ് ഓഫ് കറണ്ട് ആയിട്ടാണ്, ലൂപ്പ് ഓഫ് കറണ്ട് വിച്ച് പോസസ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ലൂപ്പ് ഓഫ് കറണ്ട് അതിന് മാഗ്നറ്റിക് മൊമെൻറ്റ് പൊസസ് ചെയ്യുന്ന ഒരു ലൂപ്പ് ഓഫ് കറണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ ഇലക്ട്രോണിനും പെർമനൻറ്റ് സ്പിൻ ഉണ്ട്. ഓരോ ഇലക്ട്രോണിനും പെർമനൻറ്റ് സ്പിൻ ഉണ്ട്. അതുപോലെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും ഉണ്ട്. മാഗ്നറ്റിക് മൊമെൻറ്റ് വളരെയധികം സ്മോൾ ആയിരിക്കാം മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ് 9.27 × 10⁻²4 ആംപിയർ മീറ്റർ സ്ക്വയർ. ഒരു ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് magnetic moment is very small and is measured as Bohr magneton. It is equal to 9.27 × 10⁻²4 ampere meter square. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട് 5 കാറ്റഗറി ഉണ്ട്. 5 കാറ്റഗറി ഏതൊക്കെയാണ്? പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ആൻറ്റിഫെറോമാഗ്നറ്റിസം, ഫെറിമാഗ്നറ്റിസം. ഈ ചിത്രം ഒന്ന് നോക്കുക കേട്ടോ. എ കാണിക്കുന്നത് ഫെറോമാഗ്നറ്റിക്കും, ബി കാണിക്കുന്നത് ആൻറ്റിഫെറോമാഗ്നറ്റിക്കും, സി കാണിക്കുന്നത് ഫെറോമാഗ്നറ്റിക്കും. ഇനി പാരാമാഗ്നറ്റിക് എന്താണ്? പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും തരില്ല പറഞ്ഞാൽ അത് സിമ്പിളാണ്. അതാണ് പൊതുവേ നമ്മൾ പഠിക്കുന്നത്, കോർഡിനേഷൻ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ട്. എന്തായാലും പാരാമാഗ്നറ്റിസത്തിലേക്ക് പോവാം. പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിലോട്ട് വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് മാഗ്നറ്റൈസ് ചെയ്യും. എങ്ങനെ? സെയിം ഡയറക്ഷനിലേക്ക് മാഗ്നറ്റൈസ് ചെയ്യും. എല്ലാ ഇലക്ട്രോൺസും സെയിം ഡയറക്ഷനിലേക്ക് മാഗ്നറ്റൈസ് ചെയ്യും. they lose their magnetism in the absence of magnetic field. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എടുത്തു വെച്ചാൽ ആ സബ്സ്റ്റൻസിനെ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എടുത്തു വെച്ചാൽ അപ്പം തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവും, മാഗ്നറ്റിസം നഷ്ടമാവും. അതിന് എക്സാമ്പിളാണ് ഓക്സിജൻ, CO2+, Fe3+ ആൻഡ് Cr3+. ഇനി നമുക്ക് ഡയാമാഗ്നറ്റിസം കണ്ടു. ഇത് വീക്ക്ലി റിപ്പൽഡ് ആണ്. അപ്ലൈ പറഞ്ഞത് വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിലോട്ട് വീക്ക്ലി റിപ്പൽഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിസം ആണ്. എക്സാമ്പിൾ ഫോർ H2O NaCl C6H6 ബെൻസീൻ C6H6 എന്ന് പറഞ്ഞാൽ they are weakly magnetized in a magnetic field in opposite direction. പാരാമാഗ്നറ്റിസത്തിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഡയമagnetism is shown by those substances in which all electrons are paired. പെയർഡ് പറഞ്ഞാൽ വെച്ചാൽ എന്താണ്? പെയർ പറഞ്ഞാൽ എന്താണ്? ഈവൺ നമ്പറാണ് അല്ലേ. അൺപെയർഡ് പറഞ്ഞാലോ ഒറ്റ സംഖ്യ. പാരാമാഗ്നറ്റിസിൽ പെയർഡ് ആയിരിക്കില്ല, അൺപെയർഡ് ആയിരിക്കും ഇലക്ട്രോൺസ്. ഡയമagnetisത്തിൽ പെയർഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവും. അതായത് ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. പെയർഡ് പറഞ്ഞാൽ ഇരട്ടസംഖ്യ, അൺപെയർഡ് പറഞ്ഞാൽ ഒറ്റസംഖ്യ ആയിരിക്കും ഇലക്ട്രോൺസ്. There are no unpaired electrons in diamagnetism. Pairing of electrons paired ആയ അവരുടെ മാഗ്നറ്റിക് മൊമെന്റ്സ് ക്യാൻസൽ ആവും. അപ്പോൾ അവർക്ക് മാഗ്നറ്റിക് ക്യാരക്ടർ ലൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഡയമagnetismത്തിൽ വീക്ക്ലി മാഗ്നറ്റൈസ് ആവുന്നു എന്ന് പറയുന്നത്. In the opposite direction. ഇനി ഫെറോമാഗ്നറ്റിസം. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസിന് എക്സാമ്പിളാണ് അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോളിനിയം, CrO2. ഇവ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. സ്ട്രോങ്ലി അട്രാക്റ്റഡ്. പാരാമാഗ്നറ്റിസത്തിൽ വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. ഫെറോമാഗ്നറ്റിസത്തിൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എടുത്തു വെച്ചാൽ ആ മാഗ്നറ്റിസം കുറച്ച് നേരം നിൽക്കും. അത് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. ഇനി ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥയിൽ
Metal ions of ferromagnetic substances are grouped together into small regions called domains. Ferromagnetic സബ്സ്റ്റൻസിലെ മെറ്റൽ അയോൺസ് ഗ്രൂപ്പ്ഡ് ആവും ഒരുമിച്ച് ഗ്രൂപ്പ്ഡ് ആവും ചെറിയ ചെറിയ റീജിയൻസിൽ. അതിന് ഡൊമൈൻസ് എന്ന് പറയുന്നു. ഈ ഡൊമൈൻസ് ടൈനി മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരു ചെറിയ അൺമാഗ്നറ്റൈസ്ഡ് പീസ് ഉണ്ടെങ്കിൽ അവിടേക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് റാൻഡംലി ഓറിയൻറ്റഡ് ആവും. അങ്ങനെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഡൊമൈൻസ് റാൻഡംലി ഓറിയൻറ്റഡ് ആവും. അങ്ങനെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ക്യാൻസൽ ആവും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ സബ്സ്റ്റൻസ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലോട്ട് ഈ ഡൊമൈൻസ് എല്ലാം ഓറിയൻറ്റഡ് ആവും. അങ്ങനെ സ്ട്രോങ് മാഗ്നറ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഓർഡറിങ് ഓഫ് ദ ഡൊമൈൻസ് പെർസിസ്റ്റ്. ഈ ഡൊമൈൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് പെർമനൻറ്റ് മാഗ്നറ്റ് ആവാനുള്ള ഒരു പവർ ഉണ്ട്. ഇനി ആൻറ്റി ഫെറോമാഗ്നറ്റിസം, അതിന് എക്സാമ്പിളാണ് മാംഗനീസ് ഓക്സൈഡ്. ആൻറ്റി ഫെറോമാഗ്നറ്റിസം ഹാവ് ഡൊമൈൻ സ്ട്രക്ചർ സിമിലർ ടു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഉള്ളതുപോലെ തന്നെ ആൻറ്റി ഫെറോമാഗ്നറ്റിസത്തിലും എന്തുണ്ട്? ഡൊമൈൻ സ്ട്രക്ചർ ഉണ്ട്. ഈ ഡൊമൈൻസ് ഓപ്പോസിറ്റ്ലി ഓറിയൻറ്റഡ് ആണ് ആൻഡ് ക്യാൻസൽ ഔട്ട് ഈച്ച് അതേഴ്സ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ രണ്ടിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസൽ ആകുമെന്ന് അറിയാലോ. ഇനി ഇതിന് ഒരിക്കലും നോക്കൂ. ഒന്നാമത്തേത് എല്ലാം ഒരേ സൈഡിലേക്ക് ഒരേ ഡയറക്ഷനിലേക്കാണ് അല്ലേ. ബി എന്ന് പറയുന്നത് ആൻറ്റി ഫെറോമാഗ്നറ്റിസം ആണ്, നമ്മൾ നാലാമതായി പറഞ്ഞത്. ആൻറ്റി ഫെറോമാഗ്നറ്റിസം നോക്കൂ, എല്ലാം ഓപ്പോസിറ്റിലേക്ക്, ഒന്ന് ഫ്രണ്ടിലേക്കാണെങ്കിൽ ഒന്ന് ബാക്കിലേക്കാണ്. അതെല്ലാം മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ക്യാൻസൽ ആവും എന്നാണ് പറയുന്നത്. ഇനി ഫെറി മാഗ്നറ്റിസത്തിൽ ചിലത് മേലോട്ടും ചിലത് താഴോട്ടും, അതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, എല്ലാം ഓപ്പോസിറ്റ് അല്ല. അപ്പോൾ ചെറിയ തോതിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഉണ്ടാവും. അതായത് ഫെറി മാഗ്നറ്റിസം ഈസ് ഒബ്സർവ്ഡ് വെൻ ദ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓഫ് ദ ഡൊമൈൻസ് ഇൻ ദ സബ്സ്റ്റൻസ് ആർ അലൈൻഡ് ഇൻ പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ ഡയറക്ഷൻസ് ഇൻ അൺഈക്വൽ നമ്പേഴ്സ്. പാരലലും അൺപാരലലും ആവുന്നത് അൺഈക്വൽ നമ്പേഴ്സിലാണ്. അതുകൊണ്ട് വീക്ക്ലി അട്രാക്റ്റ് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡിൽ ആസ് കമ്പയർഡ് ടു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറോമാഗ്നറ്റിക്കിൻ്റെ അത്രയ്ക്കില്ല, എന്നാലും വീക്ക്ലി അട്രാക്റ്റഡ് ആവും. അതിന് എക്സാമ്പിളാണ് Fe3O4, MgFe2O4, ZnFe2O4 ഒക്കെ കാണിക്കുന്നത്. ഫെറി മാഗ്നറ്റിസം ടെമ്പറേച്ചർ കൂട്ടി വെച്ചാൽ, ഹീറ്റ് ചെയ്ത് വെച്ചാൽ അതിന് ഫെറി മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി ലൂസ് ചെയ്തിട്ട് അത് പാരാമാഗ്നറ്റിക് ആവും. ഏതാണ്? ഫെറി മാഗ്നറ്റിസം കേട്ടോ. താങ്ക് യു.